വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പരിണാമത്തിൻ്റെ ബയോളജിയിലെ CRT ചാപ്റ്റർ പരിണാമത്തിൻ്റെ വഴികൾ, അതിൽ ചാപ്റ്റർ പാർട്ട് 3 ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യരിലെ നാഡീവ്യവസ്ഥ, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. പക്ഷേ ഇതിൻ്റെ മുന്നത്തെ രണ്ടെണ്ണം കാണുവാണെങ്കിൽ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ പോർഷൻസ് ഇതെല്ലാവരും എല്ലാ PSC നോക്കുന്ന എല്ലാവരും തറവാക്കുന്ന പോർഷനാണ്. ആ പോർഷൻ കൂടി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും കിട്ടാത്ത മാർക്കുകൾ കിട്ടും. ഇതെൻ്റെ ഉറപ്പ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മനുഷ്യരിലെ നാഡീ വ്യവസ്ഥ. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നാഡീവ്യവസ്ഥയാണെന്നറിയാമല്ലോ. നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കം, സുഷുമ്ന നാഡികൾ, ഗ്രാഹികൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയിലെ 4 പ്രധാന ഭാഗങ്ങളാണ് മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ. മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ. അതിൽ ആദ്യത്തേതാണ് ആദ്യം ന്യൂറോണുകൾ എന്ന് വെച്ചാൽ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ. അപ്പം മനുഷ്യരിലെ നാഡീവ്യവസ്ഥ മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവയാണ്. അതിൽ ആദ്യത്തെയാണ് നാഡികൾ അഥവാ ന്യൂറോണുകൾ അല്ലെങ്കിൽ നാഡീകോശങ്ങൾ. അപ്പം നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ. ഇവ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട്. നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ് കോശശരീരം. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറും ഉണ്ടോ? പിക്ചർ 2.9 ആണ് ന്യൂറോണിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കോശശരീരം എന്ന് പറയുന്നത് നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ്. കോശശരീരത്തിൽ കാണപ്പെടുന്നവയാണ് കോശസ്തരം, കോശദ്രവ്യം, ന്യൂക്ലിയസ്, കോശാംഗങ്ങൾ എന്നിവ. അപ്പം നാഡീകോശത്തിൻ്റെ കേന്ദ്രം കോശശരീരം, കോശശരീരത്തിൽ കാണപ്പെടുന്നവ കോശസ്തരം, കോശദ്രവ്യം, ന്യൂക്ലിയസ്, കോശാംഗങ്ങൾ എന്നിവ. കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേത്രതന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. എന്താണ് ഡെൻഡ്രോൺ? അപ്പം കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേത്രതന്തുക്കൾ ഡെൻഡ്രോണുകൾ. അപ്പോൾ നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ് കോശസ്തരം. ഇവയുടെ കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും കോശാംഗങ്ങളും കാണപ്പെടുന്നു. കോശശരത്തിൽ നിന്നും പുറപ്പെടുന്ന നേർത്ത തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഡെൻഡ്രോണുകളുടെ ശാഖയാണ് ഡെൻഡ്രൈറ്റുകൾ. ഡെൻഡ്രോണുകളുടെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ. തൊട്ടടുത്ത മറ്റ് നാഡീകോശങ്ങളിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ കോശശരീരത്തിലേക്ക് കൈമാറുന്നത് ഡെൻഡ്രൈറ്റുകളിലൂടെയാണ്. കോശശരീരത്തിൽ നിന്നുമുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. അതിൻ്റെ ശാഖകളാണ് ആക്സോണേറ്റുകൾ. കോശശരീരത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ ആക്സോണുകളിലൂടെ ആക്സോണേറ്റുകളിലെത്തുന്നു. ആക്സോണേറ്റിൻ്റെ അഗ്രഭാഗത്തായി മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. എന്താണ് സിനാപ്റ്റിക് നോബ്? ഇതിൽ തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ, ഉദാഹരണം അസറ്റൈൽ കൊളീൻ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത്? നാഡീകോശത്തിൻ്റെ കേന്ദ്രം കോശശരീരം, കോശശരീരത്തിൽ കാണപ്പെടുന്നവ കോശസ്തരം, കോശദ്രവ്യം, ന്യൂക്ലിയസ്, കോശാംഗങ്ങൾ.
കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത തന്തുക്കൾ ഡെൻഡ്രോണുകൾ. ഡെൻഡ്രോണുകളുടെ ശാഖ ഡെൻഡ്രൈറ്റുകൾ. തൊട്ടടുത്ത മറ്റ് നാഡീകോശങ്ങളിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ കോശശരീരത്തിലേക്ക് കൈമാറുന്നത് ഡെൻഡ്രോണുകളിലൂടെ. കോശശരീരത്തിൽ നിന്നുമുള്ള നീളം കൂടിയ തന്തു ആക്സോൺ. ആക്സോണിന്റെ ശാഖ ആക്സോണൈറ്റുകൾ. കോശശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആക്സോണൈറ്റുകളിൽ എത്തിക്കുന്നത് ആക്സോൺ. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തായി മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗം സിനാപ്റ്റിക് നോബ്. ഇവയിൽ തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിരിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണമാണ് അസറ്റൈൽ കൊളീൻ. അസറ്റൈൽ കൊളീൻ. നാഡീകോശത്തിലൂടെയുള്ള സന്ദേശങ്ങളുടെ സഞ്ചാരപാതയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, കോശശരീരം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ന്യൂറോ ട്രാൻസ്മിറ്റർ, തൊട്ടടുത്ത നാഡീകോശത്തിന്റെ ഡെൻഡ്രൈറ്റ്. ചുവടെ നൽകിയിട്ടുള്ള ചിത്രം 2.1 വിവരണം എന്നിവ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഇതിൽ 4 ഇത് കൊടുത്തിട്ടുണ്ട്. എപ്പിഡൈമൽ കോശം, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിതെന്നാന്ന് നോക്കാം. ആദ്യം നാഡീവ്യവസ്ഥയിലെ കോശങ്ങളാണിതവ. എപ്പൻഡൈമൽ കോശം, ഒളിഗോ ഡെൻഡ്രോയിറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ് എന്നിവ നാഡീവ്യവസ്ഥയിലെ കോശങ്ങളാണ്. ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികവും ചിത്രം 2.1 കാണിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഉള്ളത്. ഇവയാണ് ന്യൂക്രോഗ്ലിയൽ കോശങ്ങൾ. അപ്പം മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികം ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. വിജനശേഷിയുള്ള ഈ കോശങ്ങൾക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ സന്ദേശങ്ങളെ കടത്തിവിടാനോ കഴിവില്ല. അപ്പം എപ്പൻഡൈമൽ കോശം, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ് എന്നിവയാണ് ന്യൂക്രോഗ്ലിയൽ കോശങ്ങൾ. ഇവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ മുഖ്യ ധർമ്മങ്ങളാണ്: നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുന്നു, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു, പ്രതിരോധശേഷി കോശങ്ങളായി പ്രവർത്തിക്കുന്നു, മൈലിൻ ഷീത്തിന്റെ നിർമ്മാണം, സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ രൂപീകരണം. അപ്പം ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ മുഖ്യധർമ്മങ്ങൾ പ്രധാനമായിട്ടും 5 എണ്ണമാണ്. നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുന്നു, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു, പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കുന്നു, മൈലിൻ ഷീത്തിന്റെ നിർമ്മാണം, സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ രൂപീകരണം. അതിലൊന്നാമത്തെയാണ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത്. ചിത്രം 2.9 കാണിച്ചേക്കുന്നത് ഈ ഘടന എന്തിൻ്റെയാ? നിങ്ങൾ കണ്ടില്ലേ ഈ ഘടന എന്തിൻ്റെയാണ്? ഇത് ന്യൂറോണിൻ്റെ ഘടനയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ന്യൂറോണിൻ്റെ ഘടനയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ചില ന്യൂറോണുകളിൽ ന്യൂറോണിൻ്റെ ഘടനയിൽ ആക്സോണിൽ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആ ഒരു ആവരണമാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഘടനയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ചില ന്യൂറോണുകളിൽ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു ആവരണമാണ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് തിളക്കമുള്ള വെളുപ്പ് നിറമുള്ള മൈലിൻ എന്ന കൊഴുപ്പുള്ള നിർമ്മാണ ഘടകമാണ്. മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് തിളക്കമുള്ള വെളുപ്പ് നിറമുള്ള മൈലിൻ എന്ന കൊഴുപ്പുള്ള നിർമ്മാണ ഘടകമാണ്. മൈലിൻ ഷീത്തിന്റെ മുഖ്യ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക.
ഒന്നാമത്തേതാണ് ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക. 2. നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക. 3. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഒളിഗോഡെൻഡ്രൈറ്റുകളും നാഡികളിൽ മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഷാൻ കോശങ്ങളുമായിരുന്നു. മസ്തിഷ്കത്തിലും മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഒളിഗോഡെൻഡ്രൈറ്റുകളും നാഡികളിൽ മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഷാൻ കോശങ്ങളുമാണ്. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീരഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളാണ് ഗാംഗ്ലിയോണുകൾ. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീരഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളാണ് ഗാംഗ്ലിയോണുകൾ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തിനുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും കോശശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത കോശഭാഗങ്ങളും കാണപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തിലുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്നും കോശശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും പറയപ്പെടുന്നു. സന്തോഷം, പ്രചോദനം, ശ്രദ്ധ എന്നിവയ്ക്ക് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപാമിൻ. സന്തോഷം, പ്രചോദനം, ശ്രദ്ധ എന്നിവയ്ക്ക് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപാമിൻ. മാനസികാവസ്ഥ, ഉറക്കം, വിശപ്പ് എന്നിവ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സൈറോട്ടോണിൻ. ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാമ അമിനോബ്യൂട്ടിരിക് ആസിഡ്. ശ്രദ്ധ, പ്രതികരണശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നോർഎപ്പിനെഫ്രിൻ. ഓർമ്മശക്തി, പഠനം എന്നിവയ്ക്ക് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടാമേറ്റ്. മനുഷ്യനിലെ നാഡീവ്യവസ്ഥ രണ്ടായി തിരിക്കുന്നു. 1. കേന്ദ്ര നാഡീവ്യവസ്ഥ. 2. പെരിഫറൽ നാഡീവ്യവസ്ഥ. മനുഷ്യനിലെ നാഡീവ്യവസ്ഥ രണ്ടായിട്ട് തിരിക്കുന്നു. 1. കേന്ദ്ര നാഡീവ്യവസ്ഥ. 2. പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥയെ രണ്ടായി തിരിക്കുന്നു. മസ്തിഷ്കം, സുഷുമ്ന. കേന്ദ്ര നാഡീവ്യവസ്ഥയെ രണ്ടായി തിരിക്കുന്നു. സൊമാപ്റ്റിക് നാഡീവ്യവസ്ഥ, സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സൊമാപ്റ്റിക് നാഡീവ്യവസ്ഥ ബോധപൂർവമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. സ്വതന്ത്ര നാഡീവ്യവസ്ഥ ബോധപൂർവമല്ലാത്ത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ രണ്ടായി തിരിക്കുന്നു. സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. അപ്പം മനുഷ്യനിലെ നാഡീവ്യവസ്ഥയുടെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നാഡീവ്യവസ്ഥ രണ്ടായി തിരിക്കുന്നു. 1. കേന്ദ്ര നാഡീവ്യവസ്ഥ. 2. പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥ മസ്തിഷ്കം, സുഷുമ്ന എന്നിവ ഉൾപ്പെടുന്നു. പെരിഫറൽ നാഡീവ്യവസ്ഥ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ഗ്രാഹികളും നാഡീഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നു പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ. അടുത്തത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മസ്തിഷ്കവും സുഷുമ്നയും. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളായ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയുടെ സംരക്ഷണം എപ്രകാരമാണെന്ന് ചിത്രീകരണം, 2.1 വിവരണം എന്നിവ സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഇപ്പം കൊടുത്തിരിക്കുന്നത് നാഡീവ്യവസ്ഥയുടെ സംരക്ഷണത്തിൻ്റെ
ചിത്രമാണ് ഈ കൊടുത്തേക്കുന്നത്. ആദ്യം കാണിച്ചിരിക്കുന്ന മെനിഞ്ചസ്, പിന്നെ സെറിബ്രോ സ്പൈനൽ ദ്രവം, അതാണ് കാണിച്ചിരിക്കുന്നത്. മെനിഞ്ചസ് എന്താ? മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളികളോടുകൂടി മെനിഞ്ചസ് കാണപ്പെടുന്നു. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളികളോടുകൂടിയ മെനിഞ്ചസ് കാണപ്പെടുന്നു. മെനിഞ്ചസിന്റെ ആന്തര പാളികൾക്കിടയിലും മസ്തിഷ്കത്തിന്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിന്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഈ ദ്രവത്തിന്റെ രൂപീകരണത്തിൽ എപ്പൻടൈമൽ കോശങ്ങളുടെ പങ്കുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ സെറിബ്രോസ്പൈനൽ ദ്രവം താഴെ പറയുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. മർദ്ദം ക്രമീകരിക്കുന്നു. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. മർദ്ദം ക്രമീകരിക്കുന്നു. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പോൾ ഇത് മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളും ധർമ്മങ്ങളും, ഒരു മസ്തിഷ്കത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പം ചിത്രീകരണം 2.12 വിശകലനം ചെയ്ത മസ്തിഷ്കങ്ങളുടെ സവിശേഷതകളും ധർമ്മങ്ങളും എന്നതിനെപ്പറ്റി കൈവരിച്ച് പട്ടിക 2.3 പൂർത്തിയാക്കൂ. അപ്പം മസ്തിഷ്കത്തിൽ ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോംഗേറ്റ എന്നിവ. അതിൽ ബ്രെയിൻ സ്റ്റെമ്മുകളാണ് മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല്ല ഒബ്ലോംഗേറ്റ എന്നിവ. അല്ലാതെ സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവയാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഗ്രോ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. ഗ്രോ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സെറിബ്രമാണ്. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്നു. സെറിബ്രത്തിൻ്റെത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഗ്രോ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും പറയുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്നു. അടുത്തത് സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നു. സെറിബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നു. അടുത്തതാണ് തലാമസ്. തലാമസ് മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. തലാമസ് മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. അടുത്തത് തലാമസ്.
തലാമസ് ഇപ്പോൾ പറഞ്ഞ. അടുത്തത് ഹൈപ്പോ തലാമസ്. ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാകത്തിന് സഹായിക്കുന്നു. ഹൈപ്പോതലാമസ് ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. അടുത്തത് മിഡ് ബ്രെയിൻ. കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിൽ ഈ ഭാഗത്തിന് പങ്കുണ്ട്. അടുത്തതാണ് പോൺസ്. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. ലാസ്റ്റ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഈ കൊടുത്തേക്കുന്ന പിക്ചർ എഴുതിയേക്കുന്ന കേട്ടോ. ഫങ്ഷൻ, ധർമ്മങ്ങളും സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. അടുത്തതാണ് സുഷുമ്ന, സ്പൈനൽ കോഡ്. സുഷുമ്ന. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുമ്ന. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുമ്ന. ചിത്രീകരണം 2.1.3 വിവരണം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും. സുഷുമ്നയുടെ ഘടനയാണ് ഈ കൊടുത്തേക്കുന്നത്. സുഷുമ്നയുടെ ഘടന: സുഷുമ്നയിൽ വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ അകത്തുമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം സുഷുമ്നയുടെ പുറം ഭാഗം വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ അകത്തുമായിട്ട് കാണപ്പെടുന്നു. സെൻട്രൽ കനാൽ എന്ന് വെച്ചാൽ എന്നാ? സെൻട്രൽ കനാൽ സുഷുമ്നയുടെ മധ്യത്തിലായി കാണപ്പെടുന്ന കനാലാണ്. സെറിബ്രത്തിൻ്റെ മധ്യത്തിലായിട്ട് കാണപ്പെടുന്ന കനാലാണ്. സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ് സെൻട്രൽ കനാൽ. സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗവും സെൻട്രൽ കനാലാണ്. സുഷുമ്നയുടെ മധ്യത്തിലായി കാണപ്പെടുന്നു. അടുത്തതാണ് ഡോൾട്ടർ റൂട്ട്. ഡോൾട്ടർ റൂട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്നതാണ് ഡോർസൽ റൂട്ട്. ഡോർസൽ റൂട്ട്. അടുത്തതാണ് വെൻട്രൽ റൂട്ട്. വെൻട്രൽ റൂട്ട് സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുന്നു. വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുന്നു. അപ്പോൾ സുഷുമ്നയുടെ വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ അകത്തും കാണപ്പെടുന്നു. സുഷുമ്നയുടെ മധ്യത്തിലായി കാണപ്പെടുന്ന കനാൽ സെൻട്രൽ കനാൽ. സെൻട്രൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സൈനസ് ദ്രവം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൈമാറി ചെയ്യുന്നത് സുഷുമ്നയാണ്. നമ്മളത് പറഞ്ഞല്ലോ. അതിന് സഹായിക്കുന്ന റൂട്ടുകളാണ് ഡോർട്ടൽ റൂട്ടും സെൻട്രൽ റൂട്ടും. നാഡീകോശത്തിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടല്ലോ. ഇതെങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചല്ലോ. നാഡീകോശത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ. അപ്പം കുട്ടിയുടെ സംശയത്തിനുള്ള ഉത്തരം നാഡീകോശത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ. ഇവ എപ്രകാരമാണ് പ്രേഷണം ചെയ്യുന്നത്? ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണം 2.1.4 വിശകലനം ചെയ്ത് തുടർന്ന് നടക്കുന്ന പ്രക്രിയകൾ ചർച്ച ചെയ്ത് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തി കുട്ടിയുടെ സംശയത്തിന് വിശദീകരണം നൽകൂ. നാഡീകോശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കോശങ്ങളും വൈദ്യുത ചാർജുള്ളവയാണ്. അവയുടെ കോശസ്തരത്തിൽ ഉൾഭാഗം പുറത്തേക്കാൾ നെഗറ്റീവായിരിക്കും. ഉദ്ദീപിക്കപ്പെടുമ്പോൾ കോശസ്തരത്തിന് പുറത്തു നിന്ന് പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് താൽക്കാലികമായി ആ ഭാഗത്ത് ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് 3 സംഭവങ്ങൾ കൊടുത്തേക്കുന്നത് കണ്ടോ. അതിലാദ്യത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് ആവേഗങ്ങളുടെ പ്രേഷണം. അപ്പം
ഉദ്ദീപിക്കപ്പെടാത്ത അവസ്ഥയിൽ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. ഇത്ര നേരത്തെ ക്ലാസ്സിൽ നിന്ന് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ആൻസർ ആവേഗങ്ങളുടെ പ്രേഷണം കമൻറ്റ് ചെയ്യണേ. ഒരു ന്യൂറോണിലൂടെ ആവേഗങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കപ്പെടുമോ? ഒരു നാഡീയ ആവേഗം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പല ന്യൂറോണുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ്. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ്. ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണം 2.1.5 വിവരണം എന്നിവ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ന്യൂറോണുകൾ ചേർന്നുണ്ടാകുന്ന സിനാപ്സിനെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പം സിനാപ്റ്റിക് നോബ് എന്താ? സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റുകൾ നിറഞ്ഞ വെസിക്കിളുകൾ, ഒരു ആക്സോണൈറ്റിന്റെ അഗ്രഭാഗം. ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവ് ഭാഗമാണ് സിനാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ സ്വീകരിക്കുന്ന റിസപ്റ്ററുകൾ ഉള്ള ഡെൻഡ്രൈൻ്റെ അഗ്രഭാഗമാണ് പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം. സിനാപ്റ്റിക് നോബ് എന്താ? ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നിറഞ്ഞ വെസിക്കിളുകൾ ഉള്ള ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് വിടവ് ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവ്. പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ സ്വീകരിക്കുന്ന റിസപ്റ്ററുകളുള്ള ഡെൻഡ്രൈറ്റിന്റെ അഗ്രഭാഗം. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്റുകളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റുകൾ പോസ്റ്റ് സിനാപ്റ്റിക് സ്തരത്തിലേക്കുള്ള റിസപ്റ്ററുകളുമായി ചേർന്ന് ആ ന്യൂറോണിനെ ഉദ്ദീപിക്കപ്പെടുന്നു. സിനാപ്സുകൾ ആവേഗങ്ങളെ ഒരു ദിശയിൽ മാത്രം കടത്തിവിടുകയും ആവേഗങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സിനാപ്റ്റിക്കിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാ? സിനാപ്പിന്റെ ഭാഗങ്ങൾ സിനാപ്റ്റിക് വിടവ്, സിനാപ്റ്റിക് നോബ്, പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം. ആവേഗങ്ങളുടെ ദിശ, വേഗത എന്നിവ നിയന്ത്രിക്കുന്നതിൽ സിനാപ്റ്റിക്കിന്റെ പങ്ക്. സിനാപ്സുകൾ ആവേഗങ്ങളുടെ ഒരു ദിശയിൽ മാത്രം കടത്തിവിടുകയും ആവേഗങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സിനാപ്റ്റിക്കിന്റെ മാതൃക ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും. മസ്തിഷ്കത്തിലെ സിനാപ്സുമായി ബന്ധപ്പെട്ട് ശാസ്ത്രമാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ കുറച്ചു ഭാഗം ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഇതര സസ്തനികളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന പ്രത്യേകതകളെപ്പറ്റി ചർച്ച ചെയ്ത് ധാരണ കൈവരിക്കൂ. നവീന മസ്തിഷ്കം നിയോകോർട്ടെക്സ്. സസ്തനികളിലെ മസ്തിഷ്കത്തിലെ സെറിബ്രൽ കോർട്ടെക്സ് 6 അടുക്കുകളുള്ള നവീന മസ്തിഷ്കം എന്ന സങ്കീർണ ഘടനയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. മനുഷ്യരിലാണ് മറ്റ് സസ്തനികളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ നവീന മസ്തിഷ്കത്തിൽ ഏകദേശം 16 ബില്യൺ നാഡീകോശങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവയിൽ ഓരോന്നും മറ്റുള്ളവയുമായി ശരാശരി 7000-ഓളം സിനാപ്സുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, പഠിക്കുക, ഓർമ്മിക്കുക തുടങ്ങിയ ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളെല്ലാം നവീന മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ സഹായത്തോടെയാണ് സാധ്യമാകുന്നത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ പുതിയ അനുഭവങ്ങൾ നേടുകയോ ചെയ്യുമ്പോൾ ഈ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയും നമ്മുടെ മസ്തിഷ്കം കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യുന്നു. വിവിധ തരം ന്യൂറോണുകൾ. വിവിധ തരം ന്യൂറോണുകളെക്കുറിച്ചുള്ള ചിത്രീകരണം 2.1.6 നിരീക്ഷിച്ച് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. വിവിധ തരം ന്യൂറോണുകൾ ഏതൊക്കെയാ? ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥ. അതിൽ കൊടുത്തിരിക്കുന്നതാണ് സംവേദ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ. 3 ന്യൂറോണുകളാണ്. സംവേദ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ.
ഇതിൽ സംവേദ ന്യൂറോൺ, ധർമ്മം, പ്രേരക ന്യൂറോൺ, ധർമ്മം, ഇന്റർ ന്യൂറോൺ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ താഴത്തെ ഇതാട്ടോ പൂരിപ്പിച്ചേക്കുന്നത്. അപ്പം സംവേദ ന്യൂറോണിൻ്റെ ധർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിക്കുന്നു. സംവേദ ന്യൂറോണിൻ്റെ ധർമ്മം വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിക്കുന്നു. പ്രേരക ന്യൂറോണിൻ്റെ ധർമ്മം കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിൽ എത്തിക്കുന്നു. ഇന്റർ ന്യൂറോണിൻ്റെ ധർമ്മം സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതാണ് ധർമ്മം. അടുത്തതാണ് നാഡികൾ. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിൻ്റെയും യോജകകലകളുടെയും പാളിയാൽ പൊതിഞ്ഞ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നാഡികൾ. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിൻ്റെയും യോജകകലയുടെയും പാളിയാൽ പൊതിഞ്ഞ് നിർമ്മിക്കപ്പെടുന്നതാണ് നാഡികൾ. നിർമ്മാണ ഘടകങ്ങളുടെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ചുവടെ ചിത്രിക്കുന്ന പട്ടിക പൂർത്തിയാക്കും. സംവേദ നാഡിയുടെ നിർമ്മാണ ഘടകമാണ് സംവേദ ന്യൂറോൺ. മുകളിൽ പറഞ്ഞിരുന്നു നമ്മൾ. അതിൻ്റെ ധർമ്മം വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിക്കുന്നു. അടുത്തതാണ് പ്രേരക നാഡി. നിർമ്മാണ ഘടകം പ്രേരക ന്യൂറോൺ. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിൽ എത്തിക്കുന്നു. അടുത്താണ് സമ്മിശ്ര നാഡി അല്ലെങ്കിൽ ഇന്റർ ന്യൂറോൺ. അത് നമ്മൾ പറയുന്നു സംവേദ ന്യൂറോണും പ്രേരക ന്യൂറോണുടെ മിക്സാണ്. അതാണ് നിർമ്മാണ ഘടകം. വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്കും കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്കും എത്തിക്കുകയാണ് സമ്മിശ്ര നാഡി ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ഹൃദയമിടിപ്പ്, ശ്വസനം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ബോധപൂർവമായ നിയന്ത്രണമില്ലാതെ തന്നെ നടക്കുന്നുണ്ടല്ലോ. ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ചില സാഹചര്യങ്ങളിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം കൊണ്ട് മാത്രം ഇവയുടെ നിയന്ത്രണം സാധ്യമാകുകയും ചുവടെ നൽകിയിട്ടുള്ള വിവരണം വിശകലനം ചെയ്ത് നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നതോടൊപ്പം അനുബന്ധമായി നൽകിയിട്ടുള്ള ചിത്രീകരണം 2.1.7 നിരീക്ഷിച്ച് പട്ടിക 2.6 ഉചിതമായി പൂർത്തിയാക്കൂ. അടുത്തതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥ ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കുന്നു. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥ ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കുന്നു. സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ 2 ഭാഗങ്ങളാണ് സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും. ഇതിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ഉൾപ്പെടുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ശരീരത്തെ പ്രതികരിക്കാൻ സജ്ജമാക്കുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥ അടിയന്തര സാഹചര്യങ്ങളിൽ ശരീരത്തെ പ്രതികരിക്കാൻ സജ്ജമാക്കുന്നു. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാനും ദഹനം പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ശരീരത്തെ സജ്ജമാക്കുന്നു. അപ്പം ഇവിടെ കൊടുത്തേക്കുന്ന പിക്ചർ സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയായിരുന്നു. അപ്പോൾ സിമ്പത്തറ്റിക് വ്യവസ്ഥ നടക്കുമ്പോൾ മസ്തിഷ്കത്തിലുണ്ടാകുന്ന മാറ്റവും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ മനസ്സിലാക്കുമ്പോൾ നടക്കുന്ന മാറ്റമാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥ സംഭവിക്കുമ്പോൾ നമ്മളുടെ കണ്ണ് വികസിക്കുന്നു. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ചുരുങ്ങുന്നു. വായിൽ ഉമിനീർ ഉൽപ്പാദനം കുറയുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിലും ഉൽപ്പാദനം കൂടുന്നത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലും. ഹൃദയമിടിപ്പ് കൂടുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥ, ഹൃദയമിടിപ്പ് കുറയുന്നതും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. ഹൃദയം വികസിക്കുന്നത് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് ചുരുങ്ങുന്നതും. ദഹനപ്രവസ്ഥ മന്ദീകരണം കുറയുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയും കൂടുതലാകുന്നത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും. ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥ, ഹോർമോൺ ഉൽപ്പാദനം ഉദ്ദീപിക്കപ്പെടുന്നത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. പെരിസ്റ്റാൾസിസ് കുറയുന്നു, പെരിസ്റ്റാൾസിസ് കൂടുന്നു
മൂത്രം നിലനിർത്തും സിമ്പതറ്റിക് വ്യവസ്ഥ. പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ മൂത്രം ശൂന്യമാക്കപ്പെടുന്നു. മനുഷ്യനിലെ നാഡീവ്യവസ്ഥയായി കൊടുത്തിരിക്കുന്നത്. അപ്പം മനുഷ്യനിലെ നാഡീവ്യവസ്ഥ രണ്ട് വിധത്തിൽ: കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥ രണ്ടെണ്ണം: മസ്തിഷ്കം, സുഷുമ്ന. പെരിഫറൽ നാഡീവ്യവസ്ഥ രണ്ടാകുന്നു: സൊമാറ്റിക് നാഡീവ്യവസ്ഥയും സ്വതന്ത്ര നാഡീവ്യവസ്ഥയും. സൊമാറ്റിക് നാഡീവ്യവസ്ഥ ബോധപൂർവമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. സ്വതന്ത്ര നാഡീവ്യവസ്ഥ ബോധപൂർവമല്ലാത്ത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. സ്വതന്ത്ര നാഡീവ്യവസ്ഥ, സിമ്പതറ്റിക് വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. നമ്മൾ സിമ്പതറ്റിക്കിൻ്റെയും പാരാസിമ്പതറ്റിക്കിൻ്റെയും ഇത് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിരീക്ഷിച്ചിട്ട് ഇത് സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയുടെ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി പറയുന്നു, കണ്ണിൻ്റെ പ്യൂപ്പിള് സിമ്പതറ്റിക് വ്യവസ്ഥയിൽ വികസിക്കും, പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ ചുരുങ്ങുന്നു. ഉമിനീർ ഗ്രന്ഥി, ഉമിനീർ ഉൽപാദനം കുറയും, പാരാസിമ്പതറ്റിക്കിൽ കൂടും. ശ്വസനിക സിമ്പതറ്റിക് വ്യവസ്ഥയിൽ വികസിക്കും, പാരാസിമ്പതറ്റിക്കിൽ ചുരുങ്ങും. ഹൃദയമിടിപ്പ് കൂടുന്നത് സിമ്പതറ്റിക്കും കുറയുന്നത് പാരാസിമ്പതറ്റിക്കും. അഡ്രിനൽ ഗ്രന്ഥി, ഹോർമോൺ ഉൽപാദനം കൂടുന്നത് സിമ്പതറ്റിക്കും നേരിട്ട് സ്വാധീനിക്കുന്നില്ലാത്തത് പാരാസിമ്പതറ്റിക്കും. ദഹന പ്രക്രിയ മന്ദീഭവിക്കുന്നത് സിമ്പതറ്റിക്കും, ദഹന പ്രക്രിയ ഉദ്ദീപിക്കപ്പെടുന്നത് പാരാസിമ്പതറ്റിക്കും. പെരിസ്റ്റാൾസിസ് കുറയുന്നത് സിമ്പതറ്റിക്കും, ചെറുകുടലിൽ കൂടുന്നത് പാരാസിമ്പതറ്റിക്കും. മൂത്രാശയത്തിൽ മൂത്രം തടഞ്ഞു നിർത്തുന്നത് സിമ്പതറ്റിക്കും, ശൂന്യമാക്കുന്നത് പാരാസിമ്പതറ്റിക്കും. നമ്മുടെ ബോധതലത്തിന് പുറത്ത് നടക്കുന്ന വിവിധ ശാരീരിക പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ പങ്ക് ബോധ്യപ്പെട്ടില്ലേ? ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ചൂടുള്ള വസ്തുവിൽ നാം അറിയാതെ ചലിപ്പിക്കുമ്പോൾ കൈ പിൻവലിക്കാറില്ലേ? സമാനമായ കൂടുതൽ സാഹചര്യങ്ങൾ ലിസ്റ്റ് ചെയ്യും. കണ്ണിലേക്ക് പ്രദേശം പതിക്കുമ്പോൾ കണ്ണു ചിമ്മുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ബോധപൂർവമാണോ പ്രതികരിക്കുന്നത്? ആകസ്മിക പ്രതികരണങ്ങൾ. ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്. റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങളുടെ സഞ്ചാര പാതയാണ് റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങളുടെ സഞ്ചാര പാതയാണ് റിഫ്ലക്സ് ആർക്ക്. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം 2-1-8 സൂചകങ്ങൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യുക. ഇന്റർന്യൂറോൺ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇന്റർന്യൂറോൺ എന്താ? സുഷുമ്നയിൽ സ്ഥിതി ചെയ്യുന്ന നാഡീകോശങ്ങളാണ് ഇന്റർന്യൂറോൺ. ഇവ സംവേദ ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിച്ച് പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തി പ്രേരക ന്യൂറോണിലേക്ക് കൈമാറുന്നു. അടുത്തത് സംവേദ ന്യൂറോൺ ഗ്രാഹിയിൽ നിന്ന് ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് കൊണ്ടുപോകുന്നു. ഗ്രാഹി ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം. പ്രേരക ന്യൂറോൺ സുഷുമ്നയിൽ നിന്നുള്ള പ്രതികരണ നിർദ്ദേശങ്ങളെ പേശികളിലേക്ക് കൊണ്ടുപോകുന്നു. പേശി പ്രേരക ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിച്ച് പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത്രയാണ്. 1. ഗ്രാഹി ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം. 2. സംവേദ ന്യൂറോൺ ഗ്രാഹിയിൽ നിന്ന് ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് കൊണ്ടുപോകുന്നു. 3. ഇന്റർന്യൂറോൺ സുഷുമ്നയിൽ സ്ഥിതി ചെയ്യുന്ന നാഡീകോശങ്ങളാണ് ഇന്റർന്യൂറോൺ. ഇവ സംവേദ ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിച്ച് പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തി പ്രേരക ന്യൂറോണിലേക്ക് കൈമാറുന്നു. പ്രേരക ന്യൂറോൺ. 4, 5 പേശി. സൂചകങ്ങൾ. റിഫ്ലക്സ് ആർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ. ഓരോ ഭാഗവും നിർവഹിക്കുന്ന ധർമ്മം. റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ
പ്രാധാന്യം. നേരത്തെ ലിസ്റ്റ് ചെയ്ത സാഹചര്യങ്ങളെ സുഷ്മനയുടെ നിയന്ത്രണത്തിൽ നടക്കുന്നവ, മസ്തിഷ്കത്തിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്നവ എന്നിങ്ങനെ പട്ടികപ്പെടുത്തു. ശാരീരിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതല്ലേ? നാഡീവ്യവസ്ഥയുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഒരു നോട്ടീസിലെ പ്രധാന ആശയങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അത് വിശകലനം ചെയ്തും അധിക വിവരം ശേഖരിച്ചും നാഡീവ്യവസ്ഥയുടെ സംരക്ഷണത്തിന് അനുവർത്തിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റിയും ശീലങ്ങളെപ്പറ്റിയും കുറിപ്പ് തയ്യാറാക്കൂ. വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് തുടങ്ങിയവ ഉപയോഗിക്കുക. കളികളിൽ ഏർപ്പെടുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കുന്നത് അണുബാധയുണ്ടാക്കുന്നതിന് കാരണമായേക്കാം. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ പരമാവധി ഒഴിവാക്കുക. മസ്തിഷ്കത്തിന് പരിക്കേൽക്കാനിടയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ ഹെൽമറ്റ്, സേഫ്റ്റി ബെൽറ്റ് തുടങ്ങിയവ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുകയും വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. മതിയായ ഉറക്കം ലഭിക്കാത്തത് മസ്തിഷ്ക പ്രവർത്തനത്തെ ബാധിച്ച് ഓർമ്മക്കുറവ്, ആകാംക്ഷ, പഠിക്കാനുള്ള പ്രയാസം, വൈകാരിക വളർച്ച തടസ്സപ്പെടുത്തുക എന്നിവയ്ക്ക് കാരണമാകുന്നതിനാൽ ദിവസവും കുറഞ്ഞത് 8-10 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടതുണ്ട്. ജീവികളുടെ സങ്കീർണതയെക്കുറിച്ചും നാഡീവ്യവസ്ഥയിലെ വ്യത്യാസം വരേണ്ടതില്ലേ? നൽകിയിട്ടുള്ള ചിത്രീകരണം 2.1.9 സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്യുക. ഹൈഡ്ര ആദ്യം കൊടുത്തത്. നിയന്ത്രണ കേന്ദ്രമില്ലാത്ത നാഡീജാലിക കാണപ്പെടുന്നു. പ്ലാനേറിയയുടെയോ? തലയുടെ ഭാഗത്തുള്ള ഒരു ജോഡി നാഡീ ഗാംഗ്ലിയകൾ നിർദ്ദേശങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഷഡ്പദങ്ങളുടെയോ? നാഡീവ്യവസ്ഥയോ? തലയുടെ ഭാഗത്തുള്ള നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് വ്യക്തവും സാമാന്യം വികാസം പ്രാപിച്ചതുമായ മസ്തിഷ്കമായി പരിഗണിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും പുറപ്പെടുന്ന ഒരു ജോഡി നാഡീതന്തുക്കളിലെ ഗാംഗ്ലിയോണുകൾ ഓരോ അറയിലും കാണപ്പെടുന്നു. സൂചകങ്ങൾ. ഹൈഡ്രയിലും പ്ലാനേറിയയിലെയും നാഡീവ്യവസ്ഥ താരതമ്യം ചെയ്യുക. ഷഡ്പദങ്ങളിലെ നാഡീവ്യവസ്ഥയുടെ പ്രത്യേകത. ലഘുഘടനയുള്ള ഏകകോശ ജീവികളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ബഹുകോശ ജീവികൾ ആവിർഭവിച്ച ദീർഘകാല പ്രക്രിയയാണല്ലോ ജീവപരിണാമം. ലളിതമായ നാഡീഘടനയിൽ നിന്ന് വളരെ സങ്കീർണമായ നാഡീവ്യവസ്ഥകളിലേക്കുള്ള ശ്രദ്ധേയമായ പരിവർത്തനം കൂടി ജീവപരിണാമം നൽകുന്നുണ്ട്. വൈവിധ്യമാർന്ന ചുറ്റുപാടുകളുമായി ജീവികളെ പൊരുത്തപ്പെടുത്തുന്നതിനും അവയുടെ നിലനിൽപ്പിനും നാഡീവ്യവസ്ഥയുടെ ഈ പരിണാമം കാരണമായി. മനുഷ്യർക്ക് പ്രകൃതിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും സമാനതകളില്ലാതെ വൈജ്ഞാനികവും സാങ്കേതികമായ പുരോഗതി പ്രാപിക്കുന്നതിനും നിർണായക പങ്ക് വഹിച്ചത് സങ്കീർണമായ മസ്തിഷ്ക വികാസമാണ്. ദീർഘകാല പരിണാമത്തിലൂടെ വികസിച്ച നിയോ കോർട്ടെക്സിന്റെ സാന്നിധ്യവും അതുവഴി സാധ്യമായ ഭാഷ, ബുദ്ധി, സർഗാത്മകത തുടങ്ങിയ ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളുമാണ് മനുഷ്യരെ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ജീവികളെ പ്രാപ്തരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയല്ലോ. ഇതിൽ പ്രവർത്തനം പൂർണ്ണമായും സുഗമവും ആകണമെങ്കിൽ ബാഹ്യ ആന്തര പരിസ്ഥിതിയിൽ നിന്നുള്ള വിവരങ്ങൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തേണ്ടതുണ്ട്. ബാഹ്യ പരിസരത്ത് നിന്നുള്ള വിവരങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ് സ്വീകരിക്കപ്പെടുന്നത്. ഇതര ജീവികളെ അപേക്ഷിച്ച് മനുഷ്യ മസ്തിഷ്കം വികസിതമാണെങ്കിലും ആ മികവ് ജ്ഞാനേന്ദ്രിയങ്ങൾക്കുണ്ടോ? ജ്ഞാനേന്ദ്രിയങ്ങളും മസ്തിഷ്കവും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്തുകൊണ്ട് മാത്രമേ ആ കാര്യം വിലയിരുത്താനാവൂ. ജ്ഞാനേന്ദ്രിയങ്ങളും നാഡീവ്യവസ്ഥയും ചേർന്ന് നൽകുന്ന ഇന്ദ്രിയാനുഭവങ്ങളും അറിയേണ്ടതുണ്ട്. അതിന് പഠന അവസരം തുടർച്ചയായും ലഭ്യമാകുന്നുണ്ട്. ഇത്രയാണ് ഈ ചാപ്റ്റർ. അപ്പം ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ഇടാം കേട്ടോ. കുറച്ച് നോട്ട്സ് SCRTയും കൂടി ഇട്ടിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.